ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ അടുത്ത 5 വർഷം നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ചണ്ഡീഗഡിൽ. മിലൻ നാവികാഭ്യാസത്തിന്റെ 12ാം പതിപ്പ് നാളെ വിശാഖപട്ടണത്ത് ആരംഭിക്കും. 50-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കും. കേരളത്തിന്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ വമ്പൻ വിജയവുമായി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തകർത്തത് 434 റൺസിന്. ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റണിൽ ചരിത്ര വിജയവുമായി ഇന്ത്യൻ വനിതകൾ. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനാൽ അടുത്ത 5 വർഷം രാജ്യത്തിന് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന BJP ദേശീയ കൺവെൻഷൻ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP നേതാക്കളോടും പ്രവർത്തകരോടും ഏറെ ആവേശത്തോടെയും വിശ്വാസത്തോടെയും അടുത്ത 100 ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. NDA സഖ്യത്തിന് 400 സീറ്റുകൾ ലഭിക്കണമെങ്കിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് 370 സീറ്റുകൾ കടക്കേണ്ടി വരുമെന്നും ശ്രീ മോദി കൂട്ടിച്ചേർത്തു. തന്റെ സർക്കാർ രാജ്യത്തെ അഴിമതിയിൽ നിന്നും ഭീകരാക്രമണങ്ങളിൽ നിന്നും മുക്തമാക്കുകയും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു. ധീരമായ തീരുമാനങ്ങളും ഭാവി നയങ്ങളുമാണ് 10 വർഷത്തെ NDA സർക്കാരിന്റെ സവിശേഷതയെന്ന് ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ മുതൽ ഈ മാസം 23 വരെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സന്ദർശിക്കും. ദ്വീപിലെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പചക്രം അർപ്പിക്കുന്ന രാഷ്ട്രപതി സെല്ലുലാർ ജയിൽ കോംപ്ലക്സും മ്യൂസിയവും സന്ദർശിക്കും. പോർട്ട് ബ്ലെയറിലെ ഡോക്ടർ BR അംബേദ്കർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ രാഷ്ട്രപതിക്ക് പൌരസ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും കർഷക നേതാക്കളും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ഇന്ന് വൈകിട്ട് ചണ്ഡീഗഡിൽ. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടയ്ക്ക് പുറമെ മന്ത്രിമാരായ പീയൂഷ് ഗോയൽ, നിത്യാനന്ദ് റായ്, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവരും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷക പ്രശ്നങ്ങൾക്ക് സമാധാനപരമായി പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ശ്രീ മുണ്ടെ വ്യക്തമാക്കി. നാവികസേനയുടെ മിലൻ അഭ്യാസ പ്രകടനത്തിന്റെ 12ാമത് പതിപ്പ് നാളെ മുതൽ 27 വരെ വിശാഖപട്ടണത്ത് നടക്കും. 50-ലധികം രാജ്യങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നാവികസേനകൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുക ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്നതാണ് പരിപാടി. സുരക്ഷിത നാവിക ഭാവിക്കായി നാവിക സഖ്യങ്ങൾ രൂപപ്പെടുത്തുക എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രകടനത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ 20ഓളം കപ്പലുകൾ പങ്കെടുക്കും. MiG-29K, P-8I വിമാനങ്ങളും വിമാനവാഹിനി കപ്പലുകളായ വിക്രാന്ത്, വിക്രമാദിത്യ എന്നിവയും അഭ്യാസത്തിൽ പങ്കെടുക്കും. സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുള്ള 15 കപ്പലുകളും പരിപാടിയിൽ അണിനിരക്കും. കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുറമെ സുഗമമായ സമുദ്ര വാണിജ്യവും ലക്ഷ്യമിട്ടുള്ളതാണ് മിലൻ അഭ്യാസ പ്രകടനം. NCC മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഗുർബീർ പാൽ സിംഗ് 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി നാളെ തിരുവനന്തപുരത്തെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും NCCയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് NCC ആസ്ഥാനത്ത് ചർച്ച നടത്തും. കേഡറ്റുകൾ അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. മിസോറാം നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും. 16 ദിവസത്തെ സമ്മേളനം മാർച്ച് 13 വരെ നീണ്ടുനിൽക്കും. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ലാൽ ദുഹോമ 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന വാർഷിക ബജറ്റ് ഈ മാസം 27-ന് സഭയിൽ അവതരിപ്പിക്കും. 2047ഓടെ $35 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇന്ത്യയുടെ G20 ഷെർപ്പ അമിതാഭ് കാന്ത്. അടുത്ത 3 ദശാബ്ദത്തേക്ക് 9 മുതൽ 10% വരെ സാമ്പത്തിക വളർച്ചയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് മുംബൈ ടെക് വീക്കിന്റെ ഉദ്ഘാടന സെഷനിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ അമിതാഭ് കാന്ത്. നിർമ്മിത ബുദ്ധി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ യുവ സംരംഭകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശ് സന്ദർശിക്കും. ഉത്തർപ്രദേശിലുടനീളം 10 ലക്ഷം കോടി രൂപയിലധികം വിലമതിക്കുന്ന 14,000 പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഉൽപാദനം, പുനരുപയോഗ ഊർജ്ജം, IT, ITES, ഭക്ഷ്യ സംസ്കരണം, ഭവനം, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി, വിനോദം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ടതാണ് പദ്ധതികൾ. സംഭാൽ ജില്ലയിലെ ശ്രീ കൽക്കി ധാം ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളത്തിന്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിൽ വികസിത മധ്യരാഷ്ട്രങ്ങളുടേതിന് സമാനമാക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോഴിക്കോട് നടന്ന മുഖാമുഖം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും വലിയ പ്രാമുഖ്യം നൽകുന്നത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ സാമൂഹ്യ നിയന്ത്രണത്തോടെയുള്ള സ്വകാര്യ മേഖലയുടെ ഇടപെടൽ ഉറപ്പാക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലകളിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനത്തോടൊപ്പം പഠന ബോധന രീതികളും ഗുണമേന്മയിൽ അധിഷ്ഠിതമാക്കണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേരള സർവകലാശാലയുടെ സെനറ്റ് യോഗത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കെടുത്തത് നിയമവിരുദ്ധമായിട്ടാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഗവർണർ. ചാൻസലറുടെ അഭാവത്തിൽ ചാൻസലർ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന ആൾക്ക് മാത്രമേ യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അധികാരമുള്ളൂ. വേറെ ആർക്കും സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കാൻ അധികാരമില്ല. നിയമലംഘനത്തെ നേരിടുമെന്നും ഗവർണർ പ്രതികരിച്ചു. കേരളത്തിലെ വയനാട് ജില്ലയിൽ അന്തർ സംസ്ഥാന വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വന്യജീവികൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് തമിഴ്നാട് കർണാടക അധികൃതരുമായി രാഹുൽ ഗാന്ധി MP ചർച്ച നടത്തി. ഇത് സംബന്ധിച്ച് അന്തർ സംസ്ഥാന സർക്കാരുകൾക്ക് കത്ത് നൽകാൻ ജില്ലാ കളക്ടർക്ക് MP നിർദ്ദേശം നൽകി. ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1 മാസത്തിനകം തന്നെ നൽകാൻ റവന്യൂ വനം വകുപ്പുകൾ ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ കാട്ടാന ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ വീട് ശ്രീ രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. കേരളത്തിൽ താപനില വർദ്ധിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ നാളെ വരെ താപനില വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട് 37 ഡിഗ്രി വരെയും തിരുവനന്തപുരത്തും കണ്ണൂരും 36 ഡിഗ്രി വരെയും ചൂടുയരാം. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പകൽ 3 മണിവരെയുള്ള സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. അതേസമയം പകൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം പുനഃക്രമീകരിച്ച് തൊഴിൽ വകുപ്പ് ഉത്തരവിട്ടു. ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ ഇവർക്ക് വിശ്രമം വേണം. ജോലി സമയം രാവിലെ 7-നും വൈകുന്നേരം 7-നും ഇടയിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തി. രാജ്കോട്ടിൽ നടന്ന ഇംഗ്ലണ്ടിനെതിരായ 3-ാം ടെസ്റ്റിൽ 434 റൺസിന്റെ വമ്പൻ വിജയവുമായി ടീം ഇന്ത്യ. 2-ാം ഇന്നിംഗ്സിൽ 557 എന്ന വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇംഗ്ലണ്ട് രവീന്ദ്ര ജഡേജയുടെ സ്പിന്നിന് മുന്നിൽ അടിപതറി. 122 റൺസിന് ജഡേജ 5 വിക്കറ്റ് നേടി. കുൽദീപ് യാദവ് 2-ഉം അശ്വിനും ബുംറയും ഓരോ വിക്കറ്റും നേടി. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയമാണിത്. ഓപ്പണർ യശസ്വി ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറിയുടെയും ശുഭ്മാൻ ഗിൽ, സർഫറാസ് ഖാൻ എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെയും മികവിലാണ് ഇന്ത്യ 557 റൺസ് എന്ന വിജയലക്ഷ്യം ഒരുക്കിയത്. 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ ഇതോടെ ഇന്ത്യ മുന്നിലെത്തി. ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ് വനിതാ ബാഡ്മിന്റണിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. മലേഷ്യയിൽ നടന്ന ഫൈനലിൽ തായ്ലൻഡിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ ആദ്യമായി ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയത്. PV സിന്ധു, ഗായത്രി ഗോപിചന്ദ്, ട്രീസ ജോളി, അൻമോൾ ഖർബ് എന്നിവരുടെ വിജയമാണ് ഇന്ത്യയ്ക്ക് കിരീടം നേടിക്കൊടുത്തത്. ISL ഫുട്ബോളിൽ മുംബൈ FC ബംഗളൂരു FC മത്സരം പുരോഗമിക്കുന്നു. മുംബൈയിലാണ് മത്സരം. ബാംഗ്ലൂർ ഓപ്പൺ ATP ചലഞ്ചർ ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് ട്രോഫി നേടിയ ടാർഗറ്റ് ഒളിമ്പിക്സ് പോഡിയം സ്കീം അത്ലറ്റുകളായ രാംകുമാർ രാമനാഥനെയും സാകേത് മൈനേനിയെയും യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ അഭിനന്ദിച്ചു. ഇത് ഇവരുടെ തുടർച്ചയായ 2ാം ഡബിൾസ് കിരീടമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കെത്താൻ അടുത്ത 5 വർഷം നിർണായകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാരും കർഷകരും തമ്മിലുള്ള 4ാം ഘട്ട ചർച്ച ചണ്ഡീഗഡിൽ. മിലൻ നാവികാഭ്യാസത്തിന്റെ 12ാം പതിപ്പ് നാളെ വിശാഖപട്ടണത്ത് ആരംഭിക്കും. 50-ലധികം രാജ്യങ്ങൾ പങ്കെടുക്കും. കേരളത്തിന്റെ ജീവിത നിലവാരം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്കോട്ട് ക്രിക്കറ്റ് ടെസ്റ്റിൽ വമ്പൻ വിജയവുമായി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തകർത്തത് 434 റൺസിന്. ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ് ബാഡ്മിന്റണിൽ ചരിത്ര വിജയവുമായി ഇന്ത്യൻ വനിതകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.